എന്ത് സുഖം. 7 നേരം തന്നെ ഉറക്കം. എല്ലാ പണി എന്നെ ഏൽപ്പിച്ചാ മതിയല്ലോ. ചേട്ടാ 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 തിരിച്ചെടുക്കണ ചേട്ടാ. ഓ ഇവിടെ 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 ഇങ്ങോട്ട് നോക്ക്. എന്താടി സമയം എത്ര ആയെന്നല്ലോ അറിയാമോ? അതിനാ നീ എന്നെ വിളിച്ചത്? എന്തെല്ലാം പണി കിടക്കണേ ചേട്ടാ. ഇഷ്ടം പോലെ സാധനം അടുക്കി പറക്കി വെക്കാൻ കിടക്കണ്. എണീറ്റ് വാ. ചിരിക്കണ ചേട്ടാ. ഇഷ്ടം പോലെ ജോലി എടുക്കണം എന്ന് പറയുമ്പോ ചേട്ടൻ എന്തോന്ന് കാണിക്കണേ? കുറച്ചേരം ഇവിടെ കിടക്ക. എന്തിന്? കാര്യം പറയട്ടെ, എന്തോന്നാണ്? അല്ല, ഈ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണ് എന്തോന്ന്? കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ, പിള്ളേരൊക്കെ വേണ്ടേ? ഞാൻ സത്യം പറയട്ടെ, എന്റെ ഫ്രണ്ട്സും ചോദിച്ചേട്ടാ. ചോദിച്ചല്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇതുവരെ നിന്റെ ഭർത്താവിന് ഒരു ജോലി ആയില്ലേന്ന്. ഇതുവരെ ഭർത്താവിന് ജോലിയൊന്നും ആയില്ലേന്ന്. നിന്റെ ഈ വൃത്തികെട്ട ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിന്നു, അവരാണ് നിന്നെ നശിപ്പിക്കുന്നത്. അതന്നെ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ടാണ് ചേട്ടൻ രാവിലെ തന്നെ ഇങ്ങനത്തെ ദുർചിന്തയൊക്കെ തോന്നുന്നു. ദുർചിന്തകളാ? ഓ, മനുഷ്യനെ രാവിലെ എണീപ്പിച്ച് ബാഡ് അടിക്കാനായിട്ട്. പിന്നെ വീട്ടു ജോലി ചെയ്യാൻ പറഞ്ഞാൽ ബാഡ് അടിപ്പിക്കില്ലല്ലേ? അപ്പൊ എനിക്കെന്ത് മാത്രം ബാഡ് അടിക്കണം? അപ്പം ചിരിക്കണം. എന്തോ ചേട്ടാ നീ ഒന്ന് പറഞ്ഞതാ. എന്തോന്ന്? കാര്യം പറയാട്ടാ. 5 കുട്ടികൾ കാണും. ഓ, അത് ഞാൻ അപ്പ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. ആദ്യം ചേട്ടൻ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിട്ട് മാറും. ആ ഉത്തരവാദിത്തമുള്ള മനുഷ്യനായതാണ് ഞാൻ ഉത്തരം ഒരു വീടൊക്കെ വെച്ചത്. ഈ ഒരു വീട് വെച്ച എല്ലാം അങ്ങ് ആയ. കൊറേയൊക്കെ ആയി. വരുമാനം വേണ്ടേ? വരുമാനമല്ലേ ഇങ്ങോട്ട് വരണത്? ഇത് വന്നു തുടങ്ങിയില്ലല്ലോ. വന്നു തുടങ്ങുമല്ലോ. ആ സ്റ്റേബിളായിട്ട് കിട്ടുന്നെന്തോ ഉറപ്പ്? അപ്പൊ നീല് പറഞ്ഞു സ്റ്റേബിളായിട്ട് കിട്ടും. ചേട്ടാ ആദ്യം ഒരു ജോലിക്ക് കയറി വരുമാനം ഉണ്ടാക്കുക ചേട്ടാ. ഇങ്ങനെ ഇഴഞ്ഞോണ്ടിരുന്ന അവസാനം കേറുമ്പോ അടുത്ത വർഷം റിട്ടയർ ആവും ചേട്ടൻ. ഇങ്ങോട്ട് നോക്ക് ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. കുളിച്ചിട്ട് വന്നാൽ ചേട്ടൻ വൃത്തിയാവും. എണീറ്റ് പോ അങ്ങോട്ട്. ചിരിച്ചോണ്ടോ? രാവിലെ എണീക്കുമ്പോ അങ്ങനെ എണീറ്റൂടാ. അതൊക്കെ കൊടുക്കണ എന്തിന്? നടക്ക്. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ കാര്യം ചേട്ടാ ഞാൻ ചിടിച്ചു തരും കേട്ടോ. പോ. എന്തൊരു പൊടിയാണ് ദൈവമേ ഇത്. എന്റെ ദൈവമേ പിങ്കി, മനുഷ്യൻ നല്ല ജീവൻ പോയല്ലോടി. നിന്റെ മണ്ട അടിച്ചാൻ പൊട്ടിച്ചാനേ. ഇപ്പൊ ഇങ്ങനെ അവിടെ കീറി വിളിക്കുന്ന എന്തിന്? ഞാനെന്ന് വിചാരിക്കാൻ ഞാൻ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത്. അമ്മേ, വീടൊക്കെ എങ്ങനെയുണ്ട്? നല്ല പൊടിയുണ്ട് വീട്ടിലൊക്കെ. പൊടിയുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ പൊടി അടിച്ചായിരുന്നോ? ഇല്ല, അമ്മ അടിച്ചു. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ പൊളിയായിരുന്നു. നീ മുഖത്തൊരു കുരു വന്നാൽ ലീവ് എടുക്കുന്ന ആളാണ്. ഇവിടെ ഇത്രയും പണി എടുക്കുമ്പോ കൃത്യം ആ സമയത്ത് ക്ലാസ്സിൽ പോകണ്ടായ ചേതോ വികാരം എന്തായിരിക്കും? അത് അപ്പച്ചി, എനിക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് നീ പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ലല്ലോ. പ്രോജക്റ്റ് ചെയ്തില്ല, പക്ഷെ എന്നാലും സബ്മിറ്റ് ചെയ്യണമല്ലോ. വല്ലാതെ കിടന്നങ്ങ് ഉരുളുണ്ട് കേട്ടാ നീ. അയ്യോ അപ്പച്ചി, ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞേ. എനിക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടി നീ അകത്ത് എവിടെ പോണേ? എടി നീ എങ്ങോട്ട് പോണേ? കഴിക്കാൻ. എടി ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ വലയും പൊടിയും മാത്രമേ ഉള്ളൂ. എന്തോന്ന് അപ്പച്ചി ഇത്? നിങ്ങളുടെ വീട്ടിൽ വന്നാലും എനിക്കൊന്നും തിന്നാൻ തരുള്ളൂ, എന്റെ വീട്ടിൽ വന്നാലും എനിക്കൊന്നും തിന്നാൻ തരുള്ളൂ എന്ന് വെച്ചാ അതെന്തൊരു വർത്താനോടി പെങ്കി നീയാ പറയണത്? നിങ്ങളുടെ വീട് എന്റെ വീട് എന്നൊക്കെയാ. നാണം ഉണ്ടോ നിനക്ക്? എനിക്ക് അങ്ങനെ നാണമൊന്നുമില്ല. മോശമായി പോട്ടോ അപ്പച്ചി. വിശക്കണ്. എടി നീ പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാം. നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. എനിക്ക് കുളിക്കാൻ ശീലമൊന്നുമില്ല. എടി ഞാൻ ശീലം ഉണ്ടാക്കി എനിക്ക് 5 മിനിറ്റ് താ, എന്നാലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് മതി ഉണ്ടാക്കേ. നീ എന്ത് വിചാരിച്ചു ചേച്ചിനെ പറ്റി? യു ആർ ഗ്രേറ്റ്. ഐ നോടാ. എന്തായാലും കനത്തിലുണ്ടാക്കി വെക്കാം. ഇതെന്തോന്ന്? ഓ, കൈയേറ്റം. കൊള്ളാം. എന്റെ സാധനങ്ങളൊക്കെ എവിടെ? ഇതൊക്കെ എന്തോന്ന്?
എന്താന്നടി ഓ അപ്പച്ചി എന്തിനാ കിടന്ന് വിളിക്കുന്നത്? ഇതാര് പൂട്ടിയ? അവളായിരിക്കും, ജിന്നു ആയിരിക്കും. അതെന്തിനാ എന്റെ സാധനങ്ങളൊക്കെ അതിനകത്തിരിക്കുന്നത്? ഏതാ സാധനം? എന്റെ ബുക്കും സാധനങ്ങളൊക്കെ. ആ കരുത് മാറ്റി, ഇപ്പൊ നമ്മളാണ് ഇരിക്കുന്നത്. അത് എന്റെ അലമാരയാണ്. നിന്റെ അലമാരി? ഓ നിങ്ങൾ ആ ബാത്റൂമിൽ നിന്നാണ് കുളിച്ചത്? ഓ അതെന്റെ ബാത്റൂം. നിന്റെ ബാത്റൂം? നിനക്ക് എന്താ വയ്യേ? അതിനകത്ത് വേറെ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്കിഷ്ടല്ല എന്റെ ബാത്റൂമിൽ നിങ്ങൾ കുളിക്കണേ. നീ കുളിക്കണ്ട, വേറെ എവിടെ പോയി കുളി. എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? എനിക്കാണ് വല്ല പ്രാന്താന്തരാണെന്നാണ് തോന്നുന്നത്. കാല് വെച്ച് കിടന്ന് വിളിക്കുന്നു. പ്രശ്നം എന്തോന്ന്? എന്റെ സാധനങ്ങളൊക്കെ എവിടെ? സാധനങ്ങളാ? ഓ അത് അപ്പുറത്തെ മുറിയിലുണ്ട്. അപ്പുറത്തെ മുറിയില്ല? ആരടുത്ത് വെച്ചിട്ട് അപ്പുറത്തെ മുറിയിലോട്ട് എടുത്ത് മാറ്റിയേ? ആട് ചോദിക്കണം. എന്റെ അടുത്ത്. എന്താണ് നിന്റെ പ്രശ്നം എന്തോന്ന്? അപ്പച്ചി ഇത് എന്റെ ചേച്ചിയുടെ മുറിയാണ്. അതെനിക്ക് അറിഞ്ഞൂടെ? അനിപ്പ എന്ത്? നിങ്ങൾ എന്തിന് ഇവിടെ കയറി കിടക്കണേ? എന്ത് വർത്താനോടി പിങ്കി നീ പറയണത്? എന്റെ മുറിയില്ല, അപ്പൊ എനിക്കല്ല ഇവിടെ കിടക്കണ്ടേ? എനിക്കിഷ്ടല്ല എന്റെ മുറിയിൽ നിങ്ങൾ കിടക്കണത്. പിങ്കി നീ സൂക്ഷിച്ച് സംസാരിക്കേ. അപ്പച്ചി ഈ ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങും. എനിക്ക് സൗകര്യമില്ല. അത് സൗകര്യമില്ല. നീ താഴത്തെ റൂമിൽ പോ. ചെല്ല്. എനിക്ക് പറ്റൂല. പിങ്കി നീ എന്നെ വാങ്ങിക്കുവേ. ചുമ്മാ അഹങ്കാരം കാണിക്കാതെ ചെല്ല്. കൊണ്ടേ വെക്ക്. ഇത് കഷ്ടം നോക്കിക്കോണേ. തല വെട്ടി തിരിക്കണ പെണ്ണിന്റെ